ഇന്ന് രാവിലെ തന്നെ കണ്ണിന് കണിയായി കണ്ടത് തന്നെ ഒരു ചട്ടിയായിരുന്നു. ആര്യതിന്റെ ഉടമസ്ഥൻ എന്ന് ചിന്തിക്കുമ്പോഴേക്കും ആളിങ്ങെത്തി. വന്ന ഉടനെ താങ്ങിനായി മേമനെ വിളിച്ചു. പിന്നീട് അങ്ങോട്ട് ഫുൾ വിലപേശലിന്റെ അങ്ങേ അറ്റമായിരുന്നു. അതിപ്പോ പാടത്ത് പോയി മണ്ണ് കണ്ടുപിടിച്ച് അതിന്റെ കൂലിയും ചുമട്ടുകൂലിയും വരെ ഈടാക്കി, അത് ചൂളക്കട്ടിൽ വെക്കുന്ന കാശ് വരെ ഈടാക്കിയിട്ടാണ് നമ്മളോട് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. വെറും 250 രൂപയാണ് ഒരു ചട്ടിക്ക് ഈടാക്കുന്നത്. നമ്മളെങ്ങാനും എടുക്കാതിരിക്കാൻ വേണ്ടി ചേട്ടൻ ചട്ടിയുടെ മേലെ കയറി ഇന്ന് സർക്കസ് വരെ കാണിച്ചു തന്നു. ചേട്ടന്റെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളുടെ വിലപേശൽ തുടങ്ങാം എന്ന നിലയ്ക്കാണ് ഉമ്മ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ പേശി 10 ചട്ടി നമുക്ക് വെറും 100 രൂപയ്ക്കാണ് ഒരെണ്ണം വെച്ച് കിട്ടിയത്. ചേട്ടൻ യാത്ര പറഞ്ഞ് പോയപ്പോഴേക്കും പിന്നാലെ ഞാൻ ഓടിയായിരുന്നു. കാരണം തന്ന ഒരു ചട്ടിക്ക് ഹോളില്ലായിരുന്നു, അത് മാറ്റി വാങ്ങാൻ. വിലപേശലിലെ ക്ഷീണം മാറാൻ ഉമ്മ നൈസ് പത്തിരിയും പൊരിച്ച മുട്ടക്കറി ഉണ്ടാക്കിയിരുന്നു. പൊരിച്ച മുട്ടക്കറി എന്ന് തെറ്റി പറഞ്ഞതല്ല, പൊരിച്ചിട്ടാണ് ഈ മുട്ടക്കറി വെക്കുക. ഇത് മലപ്പുറം ഒരു സ്പെഷ്യലാണ്, ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ഇവിടെ വന്നതിന് ശേഷമാണ് മലപ്പുറം സ്പെഷ്യൽ കറീസ് ഒക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മളെ കാണാൻ ഉപ്പയുടെ അനിയന്മാരും ജ്യേഷ്ഠനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന ചോക്ലേറ്റ് കാണാതായപ്പോ ഒരു എഗ് എടുത്ത് ഓടണ ഓട്ടമാണ് കാണുന്നത്. കാരണം ചോക്ലേറ്റ്